രോമാ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് സിസ്റ്റർ ലീജ ജോയ്, ഡൽഹിയിൽ IIT-യുടെ ഓഫീസിൽ സ്റ്റാഫായി സേവനമനുഷ്ഠിക്കുകയും കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ കർത്താവിന്റെ ദാസി തന്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ ഈ വീഡിയോ നമുക്ക് എല്ലാവർക്കും കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലിജ ജോയിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതായിട്ട് ക്ഷണിച്ചോളൂ. താങ്ക് യു പാസ്റ്റർ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അനുഗ്രഹമാർന്ന ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ സന്നിധിയിൽ എൻ്റെ ചെറിയ സാക്ഷ്യമായി അല്പസമയം ആയിരിക്കാൻ സർവശക്തനായ ദൈവം സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും അരോമ TV ചാനലിന്റെ മുഖാന്തരത്തിലൂടെ ദൈവസന്നിധിയിൽ അനേകം സാക്ഷ്യങ്ങൾ കേൾപ്പാനും അനേകം പേരുടെ ജീവിതത്തിൽ നിന്നും അവരുടെ ജീവിതത്തിൽ നടന്നതായ കാര്യങ്ങൾ അറിയുവാനും അവരുടെ ജീവിതത്തിൽ കർത്താവ് എപ്രകാരം പ്രവർത്തിച്ചു, അവരിലൂടെ കർത്താവ് എത്രത്തോളം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തി, ഇതെല്ലാം കാണുവാനും കേൾക്കുവാനും സർവശക്തനായ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ചും പാസ്റ്റർ ഡാനിയൽ ജോണിനായി ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ വിലയേറിയ സമയം കർത്താവിന്റെ ഒരു മഹത്വത്തിന്റെ ആ വിലയേറിയ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ പലരുമായി നിങ്ങളുമായി പറയുവാനും കർത്താവായ ദൈവം അടിയനെ സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ ദൈവത്തിന്റെ നാമം എത്രത്തോളം മഹത്വപ്പെടുത്തി അല്ലെങ്കിൽ എത്രത്തോളം അടിയൻ മുഖാന്തരം മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്നു, അതിനായി വിലയേറിയ സമയത്തെ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലും അത് അനുഗ്രഹമാക്കി തീർക്കട്ടെ. ഈ പ്ലാറ്റ്ഫോം ഒരുക്കിയ സർവശക്തനായ ദൈവത്തിനും പാസ്റ്റർ ഡാനിയൽ ജോണിനും എൻ്റെ വിലയേറിയ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ലിജ ജോയ്. ഞാൻ ഡൽഹിയിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ജോയ് കുട്ടി. എനിക്ക് 2 മക്കളുണ്ട്, ഒരു മകനും ഒരു മകളും. മകന്റെ വിവാഹം കഴിഞ്ഞു. അവർ കുടുംബമായിട്ട് ദുബൈയിൽ സെറ്റിലായിരിക്കുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലായിരുന്നു അവരുടെ വിവാഹം. ദൈവകൃപയാൽ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം. മകന്റെ ആ വിവാഹപ്രായത്തിന്റെ അതേ സമയത്ത് തന്നെ കർത്താവ് നൽകി അനുഗ്രഹിച്ചു. മകള് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലിക്കായി രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്നു. കർത്താവ് അവളിലൂടെയും കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോട് പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഞങ്ങൾ കുടുംബമായി ഈ സമയത്ത് ഞങ്ങൾ ഡൽഹിയിൽ ഛത്തർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളെല്ലാവരും അറിയപ്പെടുന്നത് പോലെ ഡോക്ടർ PG വർഗീസ്, ലില്ലി വർഗീസിന്റെ സ്ഥാപനമായ ഇന്ത്യൻ ഇവാഞ്ചലിക് ടീമിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി ഞങ്ങൾ ഈ ടീമിനോടൊത്ത് വർക്ക് ചെയ്യുന്നു. ഇതിന്റെ ഹെഡ് ഓഫീസായ ഡൽഹി ഓഫീസിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അവിടെ ഞാൻ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലും സ്പോൺസർ ഡിപ്പാർട്ട്മെന്റിലും കർത്താവിന്റെ വേല സംബന്ധിച്ച് ഞാൻ അതിനോടൊപ്പം ആയിരിക്കുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. കൂടാതെ ഞങ്ങളെ കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. ആ നല്ലവനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം എൻ്റെ ബാല്യകാലം നോക്കിയാൽ ഞാനൊരു CSI കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഞങ്ങൾ 4 മക്കളായിരുന്നു, പപ്പയും മമ്മിയും 4 മക്കളും. എനിക്ക് മൂത്തതായി 2 സഹോദരന്മാരും ഒരു സഹോദരിയുമുണ്ട്. ഏറ്റവും മൂത്തത് സഹോദരി, അത് കഴിഞ്ഞ് 2 സഹോദരന്മാർ. ഏറ്റവും ഇളയ ആളാണ് ഞാൻ. അപ്പൊ എല്ലാവരുടെയും സ്നേഹവും ലാളനയും എല്ലാം കിട്ടി. എന്നാൽ കിട്ടാത്ത ഒരു സ്നേഹമേ ഉള്ളൂ, അത് പപ്പയുടേതായിരുന്നു. എൻ്റെ ബാല്യത്തിൽ തന്നെ പപ്പ മരിച്ചുപോയി. പപ്പ മരിച്ചുപോയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പപ്പയെ കണ്ടിട്ടില്ല. ആ ഒരു അവസരത്തിലായിരുന്നു പപ്പ മരിച്ചത്. ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങളെ 4 പേരെയും വളരെ കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ച് അമ്മ ഞങ്ങളെ വളർത്തിയത്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര കാക്രവള എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീട്. അവിടെ
ദൈവകൃപയാൽ ഒരു CSI കുടുംബത്തിൽ, ഒരു ക്രൈസ്തവ കുടുംബത്തിൽ തന്നെ ജനിപ്പാൻ കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ എൻ്റെ ബാല്യകാലത്ത് അമ്മയ്ക്ക് പിന്നെ ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. പപ്പ മരിച്ചുപോയി. അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ടതായ അവസരം അല്ലെങ്കിൽ ആ സാഹചര്യം വന്നത് കാരണം എനിക്ക് മൂത്തതായ എൻ്റെ സഹോദരങ്ങളോട് ഏൽപ്പിച്ചിട്ടായിരുന്നു ആദ്യമൊക്കെ അമ്മ പോകുന്നത്. എന്നെക്കാളും മൂത്ത എൻ്റെ ചേച്ചിക്ക് 12 വയസ്സുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത സഹോദരന് 8 വയസ്സ്. അത് കഴിഞ്ഞ് അടുത്ത സഹോദരൻ 4 വയസ്സ്. ഞങ്ങൾ 4 വയസ്സിന്റെ ഗ്യാപ്പിലാണ് മക്കള്. ആ ഒരു അവസരത്തിലായിരുന്നു പപ്പയില്ലാത്തതിൻ്റെതായ വിഷമങ്ങൾ, ഭാരങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും അമ്മയോട് ഒന്നും പപ്പയെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല. എന്തെന്ന് വെച്ചാൽ കുഞ്ഞിലെ ഞങ്ങളെ സൺഡേ സ്കൂളിനായാലും പള്ളിയിലായാലും മുടങ്ങാതെ അമ്മ പറഞ്ഞു വിടുകയും അതുപോലെ തന്നെ വീട്ടിലായാലും വൈകിയ വേളയിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്, അപ്പോൾ ബൈബിള് വായിക്കാതെ ഞങ്ങൾക്ക് ആഹാരം തരത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് യേശുവിനോടുള്ള ഒരു സ്നേഹം ഉണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ ആരെങ്കിലും എന്നോട് എൻ്റെ പപ്പ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് യേശു എന്നായിരുന്നു. യേശു അപ്പച്ച. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ യേശു അപ്പച്ച എന്നാ പറയുന്നത്. എന്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പപ്പയായിട്ട് കാണുന്നത് എൻ്റെ യേശു അപ്പനായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ഒരു അപ്പനെ ഞാൻ കണ്ടില്ല, ഒരു ഫോട്ടോയിലൂടെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും ഒരു അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ പപ്പയുടെ ഒരു സ്നേഹം എന്തോ അതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ കണ്ടത് യേശു അപ്പ. അപ്പൊ അയാളുടെ ഫോട്ടോ കണ്ടു, ആ അപ്പയായിരുന്നു എനിക്കെല്ലാം. അപ്പൊ ആ ഒരു സ്നേഹത്തിലായിരിക്കും. ബൈബിൾ വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ ഏറ്റവും വലിയ സങ്കീർത്തനം എടുത്ത് വെച്ച് വായിക്കും. സഹോദരന്മാരെല്ലാം എന്നെ നുള്ളുമായിരുന്നു, ഇത്രയും വലിയ സങ്കീർത്തനം എന്തിനാ എടുക്കുന്നത്. എന്തോ യേശു അപ്പച്ചനോട് വലിയ സ്നേഹമായിരുന്നു. അതുപോലെ തന്നെ അപ്പയ്ക്ക് എന്നോട് സ്നേഹം കൂടുതലാണെന്ന് ഞാൻ എപ്പോഴും പറയും. അങ്ങനെ ഒരു ഇതായിരുന്നു. എന്നാൽ ഇതിനിടയിലുള്ള സമയത്ത് അല്പ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴായിരുന്നു അമ്മ ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ എന്നെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിലായിരുന്നു ആക്കിയിട്ട് പോകുന്നത്. ആ പോകുന്ന സമയത്ത് അവർക്കൊന്നും എന്നെ ഞാൻ വന്നതിന് ശേഷമാണല്ലോ, അമ്മയുടെ ഉദരത്തിലായതിനു ശേഷമാണല്ലോ പപ്പ മരിച്ചത്. അപ്പം ആ ഒരു ദൃഷ്ടിയിലായിരുന്നു അവരെല്ലാം കണ്ടത്. എന്നാൽ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് തന്നെയായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ കണ്ടുകൊണ്ട് അമ്മ ഇങ്ങനെ എന്നെ വിട്ടിട്ട് അവരുടെ വീട്ടിൽ, ചേച്ചിയൊക്കെ ആണെങ്കിൽ വലുതായി, അവർക്ക് ഇച്ചിരിയൊക്കെ പ്രായമുള്ളത് കൊണ്ട് അവരുടെ സ്കൂളിൽ പോകും. അത് കഴിയുമ്പോൾ ഈ 3 വയസ്സുള്ള എന്നെ അവരുടെ വീട്ടിലാക്കിയിട്ട് അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അമ്മ എന്നെ അവിടെ ആക്കിയിട്ട് പോയപ്പോൾ അന്ന് എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിൽ ഇപ്രകാരം പറയാൻ ഇടയായിത്തീർന്നു, പൊയ്ക്കോണം ഇവിടുന്ന് എന്ന് പറയാൻ ഇടയായിത്തീർന്നു. ഞാനൊരു കുഞ്ഞല്ലേ, 3 വയസ്സുള്ള കുഞ്ഞിന് എന്തറിയാം. എൻ്റെ അമ്മ പോകുന്നതിന്റെ ആ പിറകിൽ നിന്ന് തന്നെ ഞാനും ഓടുവാനിടയായിത്തീർന്നു. അപ്പൊ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ മെയിൻ റോഡാണ്. ആ മെയിൻ റോഡ് ക്രോസ് ചെയ്ത് വേണം അപ്പുറത്തോട്ട് അമ്മയുടെ അടുത്തോട്ട് ഓടാൻ. അപ്പൊ ഞാൻ ആ ക്രോസ് ചെയ്യുന്ന സമയത്താണ് ഒരു ബസ് ചീറി പാഞ്ഞു വരികയായിരുന്നു. അന്ന് ഞാൻ മരിക്കേണ്ടതായിരുന്നു. ആ റോഡ് സൈഡിൽ നിന്ന് ഒരു അങ്കിള് കണ്ടിട്ട് എന്നെ ഓടി വന്ന് വലിച്ചെടുക്കുകയായിരുന്നു. എന്നാൽ എന്നെ ആ വാഹനം മുട്ടുകയോ അല്ലെങ്കിൽ എനിക്ക് മരണം സംഭവിക്കേണ്ട ആ സ്ഥാനത്ത് എൻ്റെ കർത്താവ് ഒന്നും വരാതെ ആ ബാല്യത്തിൽ എന്നെ രക്ഷിച്ചു. അമ്മ അത് എപ്പോഴും പറയുമായിരുന്നു, അന്ന് നീ മരിക്കേണ്ടതായിരുന്നു. അത് അമ്മയെ വളരെ വേദനിപ്പിച്ചു. എവിടെ ഇനി വിട്ടിട്ട് പോകും, ഇവിടെ കുഞ്ഞായി പോയല്ലോ. അങ്ങനെയാണ് ഞങ്ങളുടെ CSI മിഷന്റെ സ്കൂളുകളുടെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഞങ്ങളുടെ അമ്മയുടെ തന്നെ ബന്ധത്തിലുള്ള ഒരു അമ്മാവനുമായിട്ട് അമ്മ ഈ കാര്യം സംസാരിക്കുകയും അപ്പൊ പറഞ്ഞു, നിനക്ക് ജോലിക്ക് പോകണം, കുഞ്ഞുങ്ങളെ വളർത്തണം, എന്നാൽ ഇവിടെ നമുക്ക് ഹോസ്റ്റലിലോട്ടാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 3.5 വയസ്സ് കഴിഞ്ഞപ്പോൾ ആ ദിനം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എൻ്റെ അമ്മ കണ്ണു നിറഞ്ഞുകൊണ്ട് ആ ചെറിയ പ്രായത്തിലും ഒരു ഓറഞ്ച് കളർ ഉടുപ്പ് ഇട്ട് എൻ്റെ അമ്മ എന്നെ ആ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അവിടത്തെ ആ ലൈബ്രറി റൂമിൽ ഒരു വലിയ ടേബിൾ ഉണ്ടായിരുന്നു. ആ ടേബിളിൽ എൻ്റെ അമ്മ എന്നെ കൊണ്ടിരുത്തി. ആ ഹോസ്റ്റലിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായിരുന്നു ഞാൻ.
അറിയത്തില്ലല്ലോ. എന്നാൽ അമ്മ പോയപ്പോ കരയുക ഒന്നും ഞാൻ ചെയ്തില്ല. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. അമ്മ പോയി. അമ്മയും CSI മിഷന്റെ ഇങ്ങനെ ഹോസ്റ്റലിലായിരുന്നു അമ്മയും വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു, രണ്ടും അമ്മയും മക്കളെ ഒരു ഹോസ്റ്റലിൽ ഒരിക്കലും ആക്കത്തില്ല, വേറെ വേറെ ആക്കത്തുള്ളൂ. അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ നിനക്ക് അവളെ ഇന്ന ഹോസ്റ്റലിലാക്കാമെന്ന് പറയുവാനിടയായി. അങ്ങനെ എന്നെ CSI മിഷന്റെ LMS ഹോസ്റ്റലിലാക്കി. അവിടെ ഞാൻ പഠിച്ചു. ഒരു കുഞ്ഞു കുട്ടിയായതുകൊണ്ട് 3.5 വയസ്സുള്ള എന്നെ എല്ലാവരും എടുത്തോണ്ട് നടക്കുമായിരുന്നു. അവിടുത്തെ ചേച്ചിമാരൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. എല്ലാത്തിലും ആക്റ്റീവുമായിരുന്നു. പറയുന്നത് പോലെ പാടും, പറയുന്നത് പോലെ ഡാൻസ് കളിക്കും, വാക്യം പറയും, ഇതെല്ലാം ചെയ്യുമായിരുന്നു. അപ്പൊ അവിടെ എനിക്കൊരു പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു, ഒരു ഫേവർ ഉണ്ടായിരുന്നു എല്ലാവരിൽ നിന്നും. അവിടുത്തെ വാർഡനായാലും മാറ്റനായാലും ടീച്ചർ. എന്തെന്ന് വെച്ചാൽ ഒരു കൊച്ചു കുഞ്ഞ് ഉരുണ്ട ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന എന്നെ അവർക്കെല്ലാം വലിയ ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ അവരുടെ എല്ലാ സ്നേഹത്തിലും ലാളനയിലും ചിലപ്പോൾ അമ്മയുടെ ഇത് ഞാൻ ചിലപ്പോൾ അവരുടെ സ്നേഹത്തിൽ ഉള്ളത് കാരണം എനിക്കത് ഒരു ഇതായിട്ട് ഭാരം. എന്നാലും അമ്മയെന്ന് പറയുന്ന അമ്മയാണല്ലോ. എന്നാൽ അമ്മയുടെ മനസ്സ് അങ്ങനെയല്ലായിരുന്നു. അമ്മ ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴും ഓടി വരും. ഓടി വന്നിട്ട് എന്നെ കണ്ടിട്ടേ അമ്മ ആ ഒരു ദിവസത്തെ അവധിക്ക് വരുന്ന അമ്മ എന്നെ കണ്ടിട്ടാണ് പിന്നെ മറ്റുള്ള മക്കളെടുത്തോട്ട് പോകുന്നത്. അങ്ങനെ എല്ലാ ആഴ്ചയും അങ്ങനെയൊക്കെ കഴിഞ്ഞു. അവിടെ പഠിച്ചു. അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഡിസിപ്ലിനാണ്. രാവിലെ നമ്മൾ എഴുന്നേൽക്കണം, പ്രാർത്ഥിക്കണം, പിന്നെ എക്സർസൈസ് ഉണ്ട്, സ്കൂളിൽ ടൈമിന് പോകണം, കിടന്നുറങ്ങാൻ പാടില്ല. കുഞ്ഞിന് ആ സമയത്തൊക്കെ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ അടുത്ത വർഷം ആയപ്പോഴത്തേക്ക് എന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടാക്കി. അന്നൊക്കെ വയസ്സൊക്കെ കൂട്ടിക്കൊണ്ട് 1-ാം ക്ലാസ്സിലോട്ടാക്കുമല്ലോ. അങ്ങനെ 1-ാം ക്ലാസ്സിലോട്ടാക്കി. 1-ാം ക്ലാസ്സിലാക്കി. അതുകൊണ്ട് പിന്നെ നമുക്ക് അവിടുത്തെ റൊട്ടീൻ നമ്മുടെ ജീവിതത്തിലും വന്നു. അതുകൊണ്ടായിരിക്കാം ഒരു ഡിസിപ്ലിൻ ലൈഫ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ദൈവസ്നേഹം വന്നു. അതുകൂടാതെ ഒരു വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം ദൈവം അങ്ങനെ സഹായിച്ചു. അങ്ങനെ ലീവിലൊക്കെ പോകുമ്പോഴായിരുന്നു ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ സഹോദരങ്ങളുമായിട്ടുണ്ടാകുന്നത്. അവരുമായിട്ടൊക്കെ വളരെ സ്നേഹമായിരുന്നു. അവിടെ വീട്ടിൽ പോയാലും അവിടുത്തെ ചർച്ചിലായാലും ഞങ്ങളുടെ ക്രിസ്മസ് പ്രോഗ്രാം ആയാലും എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സൺഡേ സ്കൂളിൽ വാക്യങ്ങൾ പറയാനും സമ്മാനങ്ങൾ വാങ്ങാനും പാട്ട് പാടാനും എല്ലാം ദൈവം സഹായിച്ചു. ഒരു പൂമ്പാറ്റയെ പോലെ ഇങ്ങനെ പാറി നടന്ന് എപ്പോഴും ചിരിച്ച് എപ്പോഴും കളിച്ച് ആ ഒരു ഇതായിരുന്നു എനിക്കിഷ്ടം. ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ലായിരുന്നു. എനിക്ക് എപ്പോഴും സന്തോഷിക്കണം, എല്ലാവരുടെയും സ്നേഹം വേണം, ഇതായിരുന്നു ഞാൻ എപ്പോഴും ആഗ്രഹിച്ചത്. അല്ലാതെ മറ്റുള്ളതിലൊന്നും എനിക്ക് വലുതായിട്ടൊരിത് തോന്നിയിട്ടില്ല. പക്ഷെങ്കിൽ എനിക്ക് എൻ്റെ കർത്താവ് തന്ന ജീവിതത്തിൽ ഞാൻ തൃപ്തിയുള്ളവളായിരുന്നു. ആ വളർന്നു വരുന്ന സാഹചര്യത്തിലും സ്നേഹം കിട്ടിയില്ലെങ്കിലും, സ്നേഹം എന്നല്ല അമ്മയുടെ സ്നേഹം, അതൊക്കെ പരിചരണം കിട്ടേണ്ട സമയങ്ങളിലൊന്നും അത് ശരിയായ രീതിയിൽ കിട്ടിയില്ല. എന്നാലും എൻ്റെ അമ്മയെ ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചു. അങ്ങനെ ഇതൊക്കെ അമ്മ പിന്നെ വളർന്നതിന് ശേഷം ആ സാഹചര്യം എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് എന്നെ അങ്ങനെ ഹോസ്റ്റലിൽ കൊണ്ടുപോയത്. ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടില്ല എന്നെ എന്തിനാ അവിടെ വിട്ടതെന്നോ. അങ്ങനെ ഞാൻ പഠിച്ചു. 10-ാം ക്ലാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എനിക്ക് നഴ്സിംഗിന് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ അതിന് കൊണ്ടുവിട്ടെങ്കിലും എനിക്ക് അതിലോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അതിനുള്ള ധൈര്യമില്ലായിരുന്നു. ബ്ലഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ ബോധം കെട്ട് വീഴും. ആ ഒരവസ്ഥയിൽ അതിൽ നിന്നും എനിക്ക് പറ്റാത്തത് കൊണ്ട് എന്നെ ഷോർട്ട് ആൻഡ് ടൈപ്പിംഗ് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞു. അമ്മയ്ക്ക് എപ്പോഴും പ്രയാസമുണ്ടായിരുന്നു. മക്കള് ചേച്ചിയുടെ കല്യാണമായാലും 17 വയസ്സ് കഴിയുമ്പോൾ, ഞാൻ 3-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിയുന്നത്. അമ്മയ്ക്ക് പെട്ടെന്ന് പെൺമക്കളെ ആരുടെങ്കിലും കയ്യിലൊന്ന് ഏൽപ്പിച്ച് അമ്മയ്ക്കൊന്ന് റിലീഫ് കിട്ടണം, അതായിരുന്നു അമ്മയുടെ ഒരു ആഗ്രഹം. അപ്പൊ അതുകൊണ്ടായിരിക്കും ആങ്ങളമാരോട് പറഞ്ഞു, ഇവരുടെ കല്യാണം കഴിയാതെ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പാടില്ല, അങ്ങനൊരു നിബന്ധന വെച്ചു. അപ്പം അങ്ങനെ എൻ്റെ വിവാഹവും 20-ാമത്തെ വയസ്സില് കൊല്ലം സ്വദേശിയായ ജോയ്കുട്ടി എന്ന അച്ചായൻ്റെയോടൊപ്പം എൻ്റെ വിവാഹം നടന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. എല്ലാം എനിക്ക് തോന്നുന്നു ആ സമയം വരെയും എനിക്ക് തന്നതായ ആ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളിലെല്ലാം
ഞാൻ സന്തോഷത്തോടെ അതിനെയെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനിടയായി. ഒരിക്കലും മറ്റുള്ളവരുടെ ഒരു ജീവിതം കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളെ കണ്ടിട്ട് അയ്യോ എനിക്കും അങ്ങനെ ആയാൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ അതെനിക്ക് കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു, അങ്ങനെ ഒരു ചിന്ത എന്തോ ഞാൻ എപ്പോഴും ഇപ്പോഴും ഞാൻ അതാ പറയുന്നത്, എൻ്റെ യേശു എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു തൃപ്തി എൻ്റെ കർത്താവ് എനിക്ക് എപ്പോഴും തന്നായിരുന്നു. അങ്ങനെ എൻ്റെ ബാല്യകാലത്ത് കഴിഞ്ഞു, അങ്ങനെ വിവാഹം കഴിഞ്ഞു. ആ CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും എന്നെ ഒരു മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിലോട്ടാണ് എൻ്റെ വിവാഹം നടന്നത്. അങ്ങനെ ഞങ്ങള് വിവാഹം കഴിഞ്ഞാണ് ഞങ്ങൾ ഡൽഹിയിലോട്ട് കടന്നു വരുന്നത്. ഡൽഹിയിൽ കടന്നു വന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ മാർത്തോമ ചർച്ചിലാണ്. അപ്പോഴേക്ക് ഞങ്ങള് മാർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. അപ്പം അന്ന് ആ സമയങ്ങളിലൊന്നും ഡൽഹിയില് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരേ ഒരു മാർത്തോമ ചർച്ച ഉള്ളായിരുന്നു. ഇത് കരോൾ ബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന്. അപ്പം നാട്ടിലായിരുന്നപ്പോൾ എല്ലാ സൺഡേയും റെഗുലർ ആയിട്ട് ആരാധനയ്ക്ക് CSL ആയിരുന്നെങ്കിലും സൺഡേ സ്കൂളിൽ പോവുകയും യൂത്തിൽ പോവുകയും എല്ലാ പ്രോഗ്രാമിനും പോയി. അങ്ങനെ എന്നാൽ രക്ഷയുടെ ഒരു അനുഭവം ഒന്നും വന്നിട്ടില്ല, അതില്ല. എന്നാൽ 1992 പിന്നെ പോളിയോ ഹോം ഹാളിൽ വെച്ച്, തിരുവനന്തപുരം പോളിയോ ഹോം ഹാളിൽ വെച്ച് PG അങ്കിളിൽ ബിബയ്യായും അവിടെ ഒരു മീറ്റിങ്ങിന് കടന്നു വരുമ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിലെ കുട്ടികളെല്ലാം കൂടെ അവിടെ പോയി. അന്ന് അതിനുള്ള തക്കതായ അറിവൊന്നുമില്ല. പോയി പള്ളിയിലൊക്കെ പോകും, അതൊക്കെ ശരിയാ. പക്ഷെങ്കിൽ ആ രക്ഷയുടെ അനുഭവം എന്താണെന്ന് അറിയത്തില്ല. എന്താണ് ശരിയായ മാനസാന്തരം അല്ലെങ്കിൽ എന്താണ് രക്ഷയുടെ അനുഭവം അതറിയത്തില്ല. അങ്ങനെ ഞങ്ങള് അങ്കിളിന്റെ അവിടെ പോയി. ആ മീറ്റിങ്ങിന് കടന്നു ചെന്നപ്പോൾ അങ്കിൾ ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ടവർ ആരെല്ലാം രക്ഷയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൈ ഉയർത്തി. അങ്ങനെ വെറുതെ കൈ ഉയർത്തിയത്, അതെന്താണെന്ന് പോലും അറിയത്തില്ല. പക്ഷെങ്കിൽ ആ കൈ ഉയർത്തി അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ഹോസ്റ്റലിൽ പോയി. അങ്ങനെയൊക്കെ പോയി. പക്ഷെ യേശുവിനോടൊരു സ്നേഹം, അല്ലെങ്കിൽ യേശു എന്നെ കൂടുതൽ സ്നേഹിച്ചു, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞു. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ പള്ളിപ്പോക്കെല്ലാം നിന്നുപോയി. എന്തെന്ന് വെച്ചാൽ ജീവിതം നല്ല സ്മൂത്തായിട്ട് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല, പ്രയാസമില്ല. നല്ലൊരു ഭർത്താവ്, ഒരു ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി, നല്ല സ്നേഹിക്കുന്ന വ്യക്തി, ഒരു കുഞ്ഞുകുട്ടിയെ പോലെ എന്നെ സ്നേഹിച്ചു കൊണ്ടുപോയി. ഞാനും എല്ലാവരുടെ മുമ്പിൽ ഒരു കുഞ്ഞുകുട്ടിയാവാൻ ആഗ്രഹിക്കുന്നു. അപ്രകാരം തന്നെ എന്നെ ഒരു കുഞ്ഞുകുട്ടിയെ പോലെ തന്നെ സ്നേഹിച്ചു കൊണ്ടുപോയി. ഒരു ബുദ്ധിമുട്ടും കൂടാതെ ദൈവം ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നു. അങ്ങനെ സ്മൂത്ത്ലി ജീവിതം പോകുമ്പോൾ പക്ഷെ രാത്രി വെറുതെ കർത്താവെ, നമുക്കൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് നോർമൽ ഒരു പ്രാർത്ഥന നടത്തി ഞാനങ്ങ് മുന്നോട്ട് പോകും. പള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോ ദുഃഖവെള്ളി അല്ലെങ്കിൽ ഈസ്റ്റർ, ക്രിസ്മസ്, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു പള്ളി പോക്ക്. അന്ന് ഇവിടെ മെട്രോ ഒന്നും ഇല്ല, പോകാനും വരാനും ഒക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അതുകൊണ്ട് 2 മണിക്കൂർ നമുക്ക് അങ്ങ് ഒരു സൈഡ് പോകണമെങ്കിൽ 2 മണിക്കൂർ ട്രാവൽ ചെയ്യണം. അപ്പൊ ഈ ട്രാവലിങ്ങും എല്ലാം ഓർത്ത് ഞങ്ങളിങ്ങനെ അത് വേണ്ട, പോയ തിരക്ക, അല്ലെങ്കിൽ ഇതാ എന്തിനാ ഇത്രയും ദൂരം പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച്. അതുമല്ല ഞാനൊരു കാര്യം ശ്രദ്ധിക്കും, ആരെയും നമ്മൾ ഒന്നും പറയാൻ പാടില്ല. അവിടെ ചെന്നാലും ആരെന്തിട്ടോണ്ട് വന്നു, എന്ത് കളർ സാരി ഉടുത്തു, സാരി നോക്കുക, ആഭരണം നോക്കുക, ഇതൊക്കെ ആയിരുന്നല്ലോ. അപ്പം ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു വരും. പക്ഷെങ്കിൽ ഒരു കർത്താവുമായിട്ടുള്ള ഒരു ആത്മീയ സന്തോഷം, ഇന്ന് അനുഭവിക്കുന്ന ആ ആത്മീയ സന്തോഷം അന്നില്ലായിരുന്നു. യേശു സ്നേഹിക്കുന്നു, യേശുപ്പ യേശുപ്പ യേശുപ്പ, അത്രേ ഉള്ളൂ. പിന്നെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ യേശുപ്പയോട് പ്രാർത്ഥിക്കും. പിന്നെ കൂടാതെ മദർ മേരിയെ വിളിക്കും, അതിൽ പ്രാർത്ഥിക്കും. അങ്ങനെയുള്ളതായ ഒരു ജീവിത രീതിയിൽ ഇതായി. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മകന് ദൈവം തന്നു. അവിടെ അതുകൂടെ ആയപ്പോൾ അതിലും വലിയ സന്തോഷം. ഒരു പ്രോബ്ലവും ഇല്ല, ഒരു മകനെ കർത്താവ് തന്നു. അങ്ങനെ ജീവിതം പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഭാരമുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനെ എനിക്ക് ചർച്ചിലൊന്നും കൊണ്ടുപോകാൻ, പള്ളിയിലൊന്ന് കൊണ്ടുപോകുവാൻ കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവനെ ഒന്ന്
ഒരു ആ ചെറുപ്പം മുതലേ ഒന്ന് സൺഡേ സ്കൂളിനൊക്കെ വിടണം. ഞാൻ എങ്ങനെ സൺഡേ സ്കൂളിൽ വളർന്നു അതുപോലെ എൻ്റെ മകനെയും അതുപോലെ ഒന്ന് ആക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോഴായിരുന്നു ഒരു വീട്ടിൽ തന്നെ ഒരു ബെന്തക്കോസ്ത് സഭ നടത്തുന്നതായ പാസ്റ്റർ ബേബിയും സിസ്റ്റർ സൂസമ്മാമയും അവര് രണ്ടുപേരും കൂടെ ഇങ്ങനെ വഴിയെ പോകുമ്പോഴായിരുന്നു എന്നെ കണ്ടത്. ഞങ്ങളോട് ചോദിച്ചു മലയാളിയായില്ലേ? അതെ. ഞാൻ പറഞ്ഞു അതെ. അങ്ങനെ അവര് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു. അന്നേരത്തേക്ക് മോന് 4-5 വയസ്സായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു നാട്ടിലെ കാര്യങ്ങളും എല്ലാം ഞങ്ങൾ സംസാരിച്ചു എല്ലാം ചോദിച്ചു. അപ്പൊ പറഞ്ഞു മോന് സൺഡേ സ്കൂൾ. ഞാൻ പറഞ്ഞു എനിക്ക് മോന് സൺഡേ സ്കൂളിൽ വിടണമെന്നുണ്ട്, പക്ഷെങ്കിൽ ഇവിടെ അടുത്തൊന്നും ഒന്നുമില്ല. അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഇവിടെ സൺഡേ സ്കൂൾ നടത്തും മോനെ. അങ്ങനെ ഞാൻ മോന് മാത്രം അവിടെ വിടും. പോയി സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്തിട്ട് വരാൻ വേണ്ടി മാത്രം പറയും. ആരാധനയ്ക്കൊന്നും ഇരിക്കരുത്, സൺഡേ സ്കൂൾ. എന്താന്ന് വെച്ചാൽ അന്ന് ബെന്തക്കോസ്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഒരു വല്ലാത്തൊരിതാ. അപ്പൊ എന്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചിന്തിക്കുന്നത് ബെന്തക്കോസ്തുകാരും എല്ലാം നമുക്ക് കഷ്ടപ്പാട് കൊണ്ട് മാത്രം നമ്മളങ്ങ് ചേരുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ് ബെന്തക്കോസ്ത് എന്നുള്ള രീതിയിലായിരുന്നു അവർ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം എനിക്കും പ്രാർത്ഥന അതൊക്കെ ഇഷ്ടമാണ്, പക്ഷെങ്കിൽ അതിനോട് അങ്ങോട്ട് ചേർന്ന് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെങ്കിൽ ആ സൺഡേ സ്കൂൾ പഠിക്കാനായിട്ട് ഞാൻ അവനെ അതിന് വിടുമായിരുന്നു. പോയിട്ട് എന്നിട്ട് സൺഡേ സ്കൂൾ കഴിയുന്നുണ്ട് ഞാൻ വിളിച്ചുകൊണ്ടും വരും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ഇരിക്കും. പിന്നെ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ പള്ളിയിൽ പോയി വന്ന് അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. അവിടെ അടുത്ത് തന്നെ ഒരു കാത്തലിക് ചർച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മോനെ സൺഡേ സ്കൂളിൽ വിട്ടിട്ട് ഒരു അടുത്തുള്ള ഒരു ചേച്ചിയായിട്ട് ചേർന്ന് ഞാൻ ഈ കത്തോലിക്ക പള്ളിയിൽ പോകും. അവിടെ പോയി കഴിഞ്ഞാലും ഒന്ന് കുർബാനയൊക്കെ കൂടാം, അത് മതി, അത്രയും ഒരു ഇതിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ സാരിയൊക്കെ കൊടുത്ത് ചർച്ചിൽ പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോൾ അന്ന് ആ ചേച്ചി വന്നില്ല. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാൻ സാരിയെല്ലാം ഉടുത്തു, ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പോകാനും പറ്റുന്നില്ല. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി ഇന്ന് അവിടെ അങ്ങ് പ്രാർത്ഥനയ്ക്കായിട്ട് അങ്ങ് പോകാം. എന്നാൽ അവര് വരുമ്പോഴെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അന്നേരമൊക്കെ പറയും വാ ഒരു ദിവസം വാ പള്ളി ചർച്ചിലോട്ട് വാ എന്നൊക്കെ അമ്മാമ്മയൊക്കെ പറയുമായിരുന്നു. എന്നാലും പോകാനുള്ള എന്നാൽ അന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി. അങ്ങനെ അന്ന് അവിടെ ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു. അവിടെ കടന്നുപോയി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു സന്തോഷമുണ്ടായി. ശരിയാ, നല്ല ഹസ്ബൻഡാണ്, ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ദൈവം കൃപയാൽ സന്തോഷത്തോടെ ഒക്കെ പോകുന്നു. എന്നാലും എന്തോ ഒരു ആത്മീയ സന്തോഷമുണ്ടല്ലോ നമുക്ക്, അത് ഒരിക്കലും കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഒരു നിത്യതയെക്കുറിച്ചുള്ള ഒരു അനുഭവം അറിയത്തില്ല, നിത്യത എന്താണെന്നുള്ള ശരിയായ ഒരു അറിവില്ല. എല്ലാവരും മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ പോകും, സ്വർഗം നരകം ഇങ്ങനെ രണ്ടുണ്ടെന്നറിയാം, അങ്ങനെയൊക്കെയുള്ള ഒരു ശരിയായ അറിവ് എനിക്കില്ല. അപ്പൊ അങ്ങനെ അവിടെ പോയി അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ അന്നേരം അതൊരു നല്ല ഒരു മനസ്സിനൊരു വലിയ സന്തോഷം ഉണ്ടായി. അങ്ങനെ പിന്നെ 2-3 ആഴ്ച ഞാൻ പോയില്ല. എന്നാലും പിന്നെയും അമ്മാമ്മ ഇടയ്ക്കിടയ്ക്ക് വരും, വന്നിട്ട് പറയും വാ എന്തിനാ വെറുതെ വീട്ടിൽ ഇരിക്കുന്നേ. അങ്ങനെ വിളിച്ചു അങ്ങനെ പയ്യെ ഞാൻ അതിലോട്ടങ്ങ് പോകാൻ തീർന്നു. വെറുതെ കൂട്ടായ്മയ്ക്ക് പോകത്തേ ഉള്ളൂ, പോകും വരും ഇത് ചെയ്തു. അങ്ങനെ എനിക്ക് മോന് 7 വയസ്സുള്ളപ്പോൾ ദൈവം ഒരു മോളെ കൂടെ തന്നു. ഞങ്ങൾക്ക് അനുഗ്രഹമായൊരു മോളെ തന്നു. അങ്ങനെ ദൈവം 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ദാനമായി നൽകി. അങ്ങനെ 2003 മോടെ ജനനം. അത് കഴിഞ്ഞ് 2005 ഞാൻ സ്നാനപ്പെടുന്നത്. ഞാൻ അച്ചായൻ കട്ടർ മാർത്തോമക്കാരനാണ്. മാർത്തോമ ഒട്ടും വിടത്തില്ലെന്ന് പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ പറയും നിനക്ക് പ്രാർത്ഥനയ്ക്ക് പോകണമെങ്കിൽ പോകാം, പക്ഷെ ഒരിക്കലും അതിന് വിരോധം പറഞ്ഞിട്ട്. അതൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കും, കർത്താവ് എനിക്കൊരു ഫേവർ എവിടെയും തന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനോ ഒന്നും. അന്നേരമൊക്കെ ദേവദാസന്മാർ പറയും, ചിലരങ്ങനെ ഒന്നും പറയാത്തവര് വിശ്വാസത്തിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവര് സൈലന്റ് ആയിട്ടിരുന്ന് നീ പൊയ്ക്കോ, എനിക്ക് കുഴപ്പമില്ല, പോയിട്ട് വാ, എല്ലാം അങ്ങനെ പോയാൽ മതിയെന്ന് അങ്ങനെ ചിന്തിക്കും. അങ്ങനെ ഞാൻ 2005 നവംബറിൽ സ്നാനപ്പെട്ടു കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ആഭരണങ്ങൾ ഊരുന്നതിന് ഭയങ്കര വിരോധമായിരുന്നു. അതിനോട് ഞാൻ ഒട്ടും ഇത് ചെയ്തില്ല. പക്ഷെ സ്നാനപ്പെട്ട സമയത്ത് ഞാൻ ഊരിയെങ്കിലും ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ധരിച്ചിട്ട് എനിക്ക് അതിനോടൊരു ഭയങ്കര വിരോധമായിരുന്നു. എന്നാൽ ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ ഇപ്രകാരം പലരും അതിനെക്കുറിച്ച് സംസാരിച്ചെങ്കിലും ഞാൻ പറഞ്ഞു
എന്നോട് എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കാതെ ഞാനിത് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ 2 വർഷം സ്നാനപ്പെട്ട് കഴിഞ്ഞും അഭിഷേകം പ്രാപിച്ചു, അന്യഭാഷ വരം കിട്ടി, എല്ലാം കർത്താവ് തന്നിട്ടും എന്തോ ഇതെനിക്ക് അങ്ങോട്ട് വിട്ടുമാറാനുള്ള ആ ഒരു മനസ്സെനിക്കുണ്ടായില്ല. അങ്ങനെ അന്ന് ആ സമയങ്ങളിലാണ് 2 വർഷം കഴിഞ്ഞ സമയത്ത് ചർച്ചിലൊരു ഉപവാസ പ്രാർത്ഥന സമയത്ത് ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് രാത്രി ഞാൻ വീട്ടിൽ വന്ന് ഞങ്ങള് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തിട്ട് ഉറങ്ങാനായിട്ട് കിടന്നു. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. ഉറക്കം വരാതെ 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ കട്ടിലേൽ എഴുന്നേറ്റിരുന്നിട്ട് എൻ്റെ ആഭരണങ്ങളെല്ലാം രാത്രി 3 മണിക്ക് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, ഇതെല്ലാം മാറ്റാൻ വന്നു. ഞാൻ ആ രാത്രി ആ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ആരോടും ചോദിക്കാതെ ഞാനത് രാവിലെ എഴുന്നേറ്റപ്പോൾ അച്ഛനോട് ചോദിച്ചു, നിന്റെ കമ്മലും നിന്റെ മാലയും വളയൊക്കെ എന്ത് ചെയ്യും? എന്റെ വള 4 വള കയ്യിൽ കിടന്നത് മുറുകി കിടക്കായിരുന്നു. കല്യാണത്തിന് മുമ്പ് വണ്ണമില്ലായിരുന്നു. ഞാൻ മക്കളൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി വണ്ണമൊക്കെ വെച്ച് അത് ഊരാതെ ഇങ്ങനെ അത് മുറുകി കിടക്കായിരുന്നു. ഞാനത് കത്രിക എടുത്താ കണ്ടിച്ചത്. ഇങ്ങനെ മുറിച്ച് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി മുറിച്ച് ഇങ്ങനെ അത് ഞാൻ മാറ്റി. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു വ്യക്തിയുടെ അകത്ത് നമ്മുടെ ദൈവാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മെ അത് രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അങ്ങനെയാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പം അത് ദൈവാത്മാവ് എന്നോട് നേരിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം തരാതെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടത് കൊണ്ട് ഞാൻ അന്നത് ഊരി അത് മാറ്റുവാനിടയായി. അങ്ങനെ കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ ഡൽഹിയിൽ അത് പറയാൻ മറന്നുപോയി. ഞാൻ ഈ ഒരു സെക്കുലർ ഓഫീസിലായിരുന്നു അന്ന് ജോലി ചെയ്യുന്നത്, ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് തന്നെ. അപ്പോൾ ജോലിക്ക് പോകും, കുഞ്ഞുങ്ങളെ നോക്കി, മക്കൾ വളർന്നു. എന്നാൽ മകൻ അല്പം ഇച്ചിരി കുസൃതിയൊക്കെ ആയിരുന്നെങ്കിലും ദൈവം തക്ക സമയത്ത് അവനെയും എടുത്ത് കർത്താവ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സ്വന്തമായിട്ട് നിർണയമെടുത്ത് ദൈവത്തിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുകയും സ്നാനപ്പെടുവാൻ അവൻ നിർണയമെടുക്കുകയും ചെയ്തു. ഞാൻ ഒരിക്കലും കുഞ്ഞുങ്ങളെ അച്ചായൻ വരുന്നില്ല എന്ന് പറഞ്ഞാലും എൻ്റെ കുഞ്ഞുങ്ങളില്ലാതെ ഒറ്റ മീറ്റിങ്ങിനും പോകത്തില്ലായിരുന്നു. അത് കോട്ടേജ് മീറ്റിങ്ങിനായാലും ഏത് മീറ്റിങ്ങിനായാലും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എൻ്റെ 2 മക്കളെയും കരങ്ങൾ പിടിച്ചുകൊണ്ടായിരുന്നു ഞാൻ ജോലിക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് പോകുന്നത്. അതുകൊണ്ടായിരിക്കും ഇന്ന് അവരും ആ കർത്താവിനെ അറിയുവാനിടയായി. അങ്ങനെ ഞങ്ങളുടെ ജീവിതം സ്മൂത്ത്ലി പോകുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു വേദന വന്നത്, ഞങ്ങളുടെ അച്ഛൻ മാനസാന്തരത്തിലേക്ക് വന്നില്ലല്ലോ എന്ന്. എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുമായിരുന്നു. മീറ്റിംഗ് ഒക്കെ പോകുന്നതിന് കുഴപ്പമില്ല. നമ്മളൊരു ചർച്ചിൽ എന്തെങ്കിലും കാര്യം ചെയ്യണോ, അതിനു വേണ്ടി കൊടുക്കുന്നതിനോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. പക്ഷെങ്കിൽ ചർച്ചിൽ വരത്തില്ല. ചർച്ചിൽ വരിക, മോന്റെ ഒരു ബാപ്റ്റിസം നടന്ന സമയത്ത് വന്നായിരുന്നു. പക്ഷെ എൻ്റെ ബാപ്റ്റിസം എടുക്കുമ്പം എൻ്റെ വീട്ടിൽ നിന്ന് ആരും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു അന്ന് ബാപ്റ്റിസത്തിനായിട്ട് കിടന്നു. എന്നാൽ മോന്റെ ബാപ്റ്റിസം നടക്കുമ്പോൾ ഞാൻ നിന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചർച്ചിൽ വന്നിട്ടില്ല. എന്നാൽ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങ് വാസ്തവമായിട്ട് എൻ്റെ മന്റെ ഹൃദയത്തോട് ഇടപെടണം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, വെറുതെ എൻ്റെ കൂടെ വന്ന് ചർച്ചിലിരിക്കുന്ന ഒരു വ്യക്തിയല്ല എനിക്ക് തോന്നുന്നു. അങ്ങേ ശരിയായ രീതിയിൽ ആരാധിക്കുന്നു, അങ്ങേ ശരിയായ രീതിയിൽ അറിഞ്ഞ് അങ്ങയ്ക്ക് വേണ്ടി നിൽക്കണം. ആ ഒരു തലത്തിലേക്ക് വരുമ്പോഴേ അങ്ങ് കൊണ്ടുവരാവും. അല്ലാതെ എനിക്ക് 4 ആളെ കാണുവാൻ ഞാനും കുടുംബവുമായിട്ട് ഞങ്ങൾ ചർച്ചിൽ പോകുന്നു പേരിന് വേണ്ടിയല്ല. അതെനിക്ക് വേണ്ട കർത്താവ്. അതായിരുന്നു. എന്നെ പലരും കളിയാക്കുമായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നതിനും ചർച്ചിൽ പാസ്റ്റർ വചനം ഷെയർ ചെയ്യാൻ തരുമ്പോഴോ അല്ലെങ്കിൽ പാടുന്നതിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ഇതിന് നിന്നിട്ട് എന്തുകൊണ്ട് ഭർത്താവ് വിശ്വാസത്തിൽ വന്നില്ല? അതെനിക്കൊരു ഭയങ്കര വേദനയായിരുന്നു. എന്തുകൊണ്ട് ഭർത്താവോ ഭയങ്കര പ്രാർത്ഥനക്കാർ പലരും പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ആ സമയങ്ങളിലൊന്നും ഞാൻ നിരാശപ്പെട്ടില്ല. വേദന ഉണ്ടായിട്ടുണ്ട്. ചർച്ചിലായാലും എന്നെ നോർമലി എൻ്റെ ഒഫീഷ്യൽ പേരാണ് ലിജ ജോയി എന്ന്. നോർമലി എന്നെ വീട്ടിലെല്ലാവരും ഷേർലി എന്നാണ് വിളിക്കുന്നത്. അപ്പം ഷേർലി സിസ്റ്റർ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് അച്ചായനെ കൊണ്ടുവരാൻ പറ്റിയില്ല? അങ്ങനെയൊക്കെ എന്നോട് പലരും ചോദിക്കും. അപ്പൊ ഞാൻ ചിന്തിക്കും, എൻ്റെ ദൈവമേ,
എന്തുകൊണ്ടാ ഞങ്ങളുടെ അച്ഛൻ എന്തുകൊണ്ട് ഒരു ദുശീലമില്ല, മദ്യപാനമില്ല, അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു ദുശീലങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തി എന്തുകൊണ്ട് വിശ്വാസത്തിൽ വരുന്നില്ല? എന്തുകൊണ്ട് ഈ മാർത്തോമ വിശ്വാസം വിടാൻ കഴിയുന്നില്ല? അങ്ങനെ ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചു, ദൈവമേ. എന്നാൽ ഡെയിലി ഞാൻ പ്രാർത്ഥിച്ചു. ചിലപ്പോഴൊക്കെ മടുപ്പുണ്ടായിട്ടുണ്ട് പലരും ഇങ്ങനെയുള്ള സംസാരം കേൾക്കുമ്പോഴൊക്കെ. എന്നാലും എൻ്റെ ദൈവം എൻ്റെ വിശ്വാസത്തെ ഒരിക്കലും കളയുവാൻ കർത്താവിന് പറ്റില്ല. ആ സമയങ്ങളിലും ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴായാലും എൻ്റെ ബാഗിനകത്ത് ട്രാക്റ്റുകൾ കാണും. ഞാൻ ചർച്ചയിൽ നിന്ന് പാസ്റ്ററിന് ട്രാക്ട് മേടിച്ചുകൊണ്ട് പോകും. ഈ റിക്ഷയിൽ പോകുമ്പോൾ ഇരിക്കുന്നവർക്ക് ഞാൻ കൊടുക്കും. ഒരു ഓട്ടോയിൽ കയറിയാൽ ഞാൻ ഇറങ്ങിയിട്ട് അവർക്ക് പൈസ കൊടുക്കുന്നതിനോടൊപ്പം ഒരു ട്രാക്ട് കൂടെ കൊടുക്കും. ഞാൻ പറയും, ഇതൊന്ന് വായിക്കണേ, ഇത്രയും പറഞ്ഞ് അത്രയേ പറയത്തുള്ളൂ. ഇതൊന്ന് വായിക്കുക, നിങ്ങൾക്ക് അതിലെന്തെങ്കിലും നല്ലത് കിട്ടുന്നതിന് നിങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കുക. അല്ലാതെ ഒത്തിരി അങ്ങ് പ്രസംഗിച്ച് നടന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ചെയ്തില്ല. എന്നാൽ കഴിയുന്നത് അതായിരുന്നു. ഒരു ട്രാക്ട് കൊടുക്കുക, കുഞ്ഞുങ്ങളുടെ ട്യൂഷൻ സെന്ററിൽ ചെന്നാൽ അവിടുത്തെ ആ ടീച്ചറിന് കൊടുക്കും. അങ്ങനെ ആ ഒരു നല്ലൊരു കർത്താവ് എനിക്ക് തന്നു. അങ്ങനെ കർത്താവിനെ സ്നേഹിപ്പാനും എനിക്ക് പിന്നെ എൻ്റെ ജീവിതത്തിൽ നിത്യത എന്നുള്ള ഒരു ദർശനം മാത്രമേ എനിക്കുണ്ടായിരുന്നു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ യേശുപ്പയുടെ അടുക്കൽ എത്തണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. അല്ലാതെ എനിക്ക് ലോകത്തിൽ കർത്താവ് തന്നതിലെല്ലാം എനിക്ക് തൃപ്തിയോടുകൂടെ ഞെരുക്കങ്ങളുണ്ടായിരുന്നു, പ്രയാസങ്ങളുണ്ടായിരുന്നു, സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടായിരുന്നു. ഡെലിവറിയുടെ സമയത്ത് മോൾ 8ാം മാസത്തിലാണ്, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അവളെ സിസേറിയൻ ചെയ്തെടുത്തത്. ആ സമയങ്ങളിലെല്ലാം മരണം മുന്നിൽ വന്നായിരുന്നു. ആ മരണത്തിന് ശേഷവും പലപ്പോഴും മരണത്തിന്റെ പ്രതികൂലങ്ങൾ മുന്നിൽ വന്നായിരുന്നു. എന്നാൽ ആ സമയങ്ങളിലൊന്നും എൻ്റെ കർത്താവ് മരണത്തിന് എന്നെ വിട്ടുകൊടുത്തു. മോള് 8ാം മാസത്തിൽ വന്നു. അവൾക്ക് എല്ലാ മാസവും എപ്പോഴും അസുഖമായിരുന്നു. ഡോക്ടറെ കാണിക്കാത്ത ഒരു മാസവും ഇല്ലായിരുന്നു. എന്നാൽ കർത്താവ് ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം അവൾക്ക് 5 വയസ്സുള്ളതിന് ആയപ്പോൾ കർത്താവ് അവൾക്ക് ആ മാസം തോറും വരുന്നത്, എല്ലാ മാസവും ഡോക്ടറെ കാണിക്കാൻ പോകണമായിരുന്നു അവളുടെ രോഗം കാരണം. എന്നാൽ കർത്താവ് ആ യേശു അപ്പച്ചനോട് ഞാൻ കൂടുതലായിട്ട് അടുത്തപ്പോൾ, ആ നിത്യതയെക്കുറിച്ചുള്ളതായ ശരിയായ ബോധ്യത എനിക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ എന്താണ് കർത്താവ്, അല്ലെങ്കിൽ എന്താണ് കർത്താവിന്റെ സ്നേഹം, അല്ലെങ്കിൽ ആ അവസ്ഥ, ആത്മീയ സന്തോഷം എന്താണെന്ന് ഞാൻ അനുഭവിക്കാൻ അറിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ശരിയായ രീതിയിൽ കൊണ്ടുവരാൻ ഇടയായി തീർന്നു. അങ്ങനെ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു ഒരു മാറ്റവുമില്ല. ദേവദാസൻ ആരാധനയുടെ അന്ന് വീട്ടിൽ വന്ന് വിളിച്ചിട്ടുണ്ട്. ചോദിച്ചാ വാ ആരാധനയ്ക്ക്, പക്ഷെ മാറ്റമില്ല. ഭയങ്കര വേദന ഉണ്ടായിട്ടുണ്ട്. ആ ദേവദാസന്റെ മുഖം ഇന്നും ഞാൻ കാണുമ്പോൾ എനിക്ക് വേദന ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കാര്യങ്ങൾക്കെല്ലാം ഒരു സമയമുണ്ടല്ലോ. സഭാപ്രസംഗിയിൽ പറയുന്നുണ്ട്, അവൻ തക്ക സമയത്ത് സകലവും ഭംഗിയായി ചെയ്യുന്നു. അത് നമ്മുടെ നിത്യതയും അവൻ നമുക്ക് നൽകുന്നു എന്ന് അതിലെഴുതിയിരിക്കുന്നു. ആ സമയങ്ങളിലെല്ലാം പലരുടെയും വേദനകൾ കടന്നു വരുമ്പോൾ ഞാൻ പലപ്പോഴും ആ ദൈവസന്നിധിയിൽ ആരോടും പറയാതെ എൻ്റെ വേദനകളെല്ലാം യേശുപ്പയോട് പറയുമ്പോൾ, ഞാൻ അച്ഛനോട് വഴക്ക് കൂടാൻ കൊടുത്തില്ലായിരുന്നു. അച്ഛനോട് ഒരിക്കലും ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് വരുന്നില്ല, എന്നെ എല്ലാവരും ഇങ്ങനെ പറയുന്നെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. ഞാൻ ആ സമയത്തെല്ലാം എൻ്റെ കർത്താവ് എനിക്കൊരു വചനം തരുവായിരുന്നു. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതുണ്ട്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ നിന്റെ മുഖപ്രകാശക രക്ഷയും നിന്റെ ദൈവവും എന്നിങ്ങനെ നീ ഇനിയും പറയുന്നു. ഹല്ലേലൂയ. ഈ വചനം എന്നെ പലപ്പോഴും ഇങ്ങനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. കൂടാതെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വചനം, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. അപ്പൊ നോക്കണം, ഞാൻ എന്ത് ഭാരം വന്നാലും പ്രയാസം വന്നാലും ആ ബലമുള്ള ഗോപുരത്തിലേക്കായിരുന്നു ഞാൻ അഭയം പ്രാപിക്കുന്നത്. അത് കാരണം എൻ്റെ കർത്താവ് എന്താ എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴും കർത്താവിനോട് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കർത്താവ്, ഞാൻ പ്രാർത്ഥനയിൽ അങ്ങോട്ട് ചോദിച്ചതെല്ലാം അങ്ങ് എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ എനിക്ക് കിട്ടുന്നു? എന്തുകൊണ്ട് ഈ ഒരു സന്തോഷം? എല്ലാവരും കുടുംബമായിട്ട് വന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെട്ടത് ഞാൻ ചർച്ചിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഷേർലി സിസ്റ്ററും കുടുംബവും എന്നായിരുന്നു.
ബാക്കിയുള്ളവരുടെ എല്ലാം ഭർത്താവിന്റെ പേര് പറഞ്ഞു. ഈ കുടുംബം എന്ന് പറയുമ്പോൾ എന്റെ പേരായിരുന്നു. എന്നെ വല്ലാതെ അത് വേദനിപ്പിക്കുമായിരുന്നു. അന്ന് ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് ജോയിയും കുടുംബവും അല്ലെങ്കിൽ ബ്രദർ ജോയിയും കുടുംബവും എന്ന് കേൾക്കുന്നത് ഞാൻ ഇന്നത് കേൾക്കും. അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ പോയി, വർഷങ്ങൾ പോയി, കുഞ്ഞുങ്ങളെല്ലാം വളർന്നു. മോന് അവൻ സ്നാനപ്പെട്ടു, അവന്റെ BBA കഴിഞ്ഞു. അത് കഴിഞ്ഞ് BBA കഴിഞ്ഞ് കൊറോണ സമയത്ത് അവനൊരു ചെറിയ ജോലി, BBA കഴിഞ്ഞിട്ട് MBAക്ക് ചേരാൻ അവന് പറ്റില്ല. അത് കഴിഞ്ഞ് അവൻ 2 വർഷം കഴിഞ്ഞപ്പോൾ ദുബൈയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് തന്നെ അവൻ MBA എടുക്കുവാനും ഉടനെ തന്നെ ഒരു പ്രപ്പോസൽ വരികയും അങ്ങനെ വിവാഹം നടക്കുവാനും എല്ലാം കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ 8-ാം തീയതി ആയിരുന്നു മകന്റെ വിവാഹം. അതിന് മുമ്പായിട്ട് കഴിഞ്ഞ വർഷം അച്ചായനും സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. അച്ചായനും മോളും രണ്ടുപേരും ഒരുമിച്ച് സ്നാനപ്പെടുവാൻ വേണ്ടി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. ഞാൻ വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചത്, വർഷങ്ങൾ കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ആ വിഷയത്തിന്റെ മേൽ കർത്താവ് എനിക്ക് വിടുതൽ തന്നു. അപ്പൊ നോക്കണം, നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. ഹല്ലേലൂയ. മനുഷ്യരുടെ നിന്ന വരും, മനുഷ്യരുടെ മുഖങ്ങൾ നമുക്ക് കാണും, പ്രയാസം വരും. പക്ഷെങ്കിൽ യഹോവയിൽ ആശ്രയിക്കുന്നവൻ നീക്കി നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ നോക്കണം, ആ പ്രയാസങ്ങളിലൊന്നെല്ലാം ഞാൻ അഥവാ അല്പമെങ്കിലും പ്രയാസപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഒരു പിന്മാറ്റത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കത്തില്ലായിരുന്നു, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കത്തില്ലായിരുന്നു. ആ എൻ്റെ കർത്താവ് ആ ആത്മീയ സന്തോഷം നൽകിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത്, കുഞ്ഞുങ്ങളുടെ അഡ്മിഷന്റെ ഒക്കെ സമയത്ത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, മോക്ക് ഇവിടെ സെന്റ് സ്റ്റീഫനിൽ കിട്ടേണ്ട സമയത്ത് അത് കിട്ടാതിരുന്നപ്പോൾ എന്ന് വെച്ചാൽ ഒരു മാർത്തോമയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു കാത്തലിക്സ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കിട്ടിപ്പോയായിരുന്നു. അങ്ങനെ അവിടെ അഡ്മിഷൻ ചെയ്യണം. അന്നേരമൊക്കെ ചിലപ്പം മനസ്സിൽ പ്രയാസം വന്നു. അച്ഛൻ ഇങ്ങനെ പറയും, എന്നോട് ഞാൻ പറഞ്ഞതാ, ഒരു ആവശ്യം വരുമ്പോഴായിരിക്കും ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട് അറിയുന്നതെന്ന്. എന്നാൽ അന്നൊക്കെ വിഷമം വന്നെങ്കിലും കർത്താവ് ഒരിക്കലും ലജ്ജിപ്പാനിട വരുത്തിയില്ല. കർത്താവ് അതിലും ശ്രേഷ്ഠമായത് നൽകി കുഞ്ഞുങ്ങളെ മാനിച്ചു. അപ്പം നമ്മുടെ കർത്താവ് എത്രയോ വലിയവനാണ്. കർത്താവ് ഒരിക്കലും നമ്മെ തള്ളിക്കളയുകയില്ല. കർത്താവ് നമ്മെ, ഈ ലോകത്തിലെ എല്ലാവരും നമ്മെ തള്ളിക്കളഞ്ഞാലും ഉപേക്ഷിച്ചാലും നമ്മെ തള്ളിക്കളയാത്ത, ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ്. ആ കർത്താവ് നിത്യതയോളം നമ്മെ സൂക്ഷിപ്പാൻ ശക്തനാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരും, ഞങ്ങളുടെ കുടുംബമായിട്ട് കഴിഞ്ഞ 2024 മെയ് മാസം 17-ാം തീയതി മോളും അച്ചായനും കൂടെ ഒരുമിച്ച് സ്നാനപ്പെട്ട് ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിനെ ആരാധിപ്പാൻ ഇടയായി തീർന്നു. അതിനു മുമ്പ് അച്ചായന് ഒരു 2 വർഷം വരെ, 2-3 വർഷം വരെ ചർച്ചിൽ വരുമായിരുന്നു. പക്ഷെ സ്നാനപ്പെടാൻ ഭയങ്കരമായിട്ട് ശത്രു പല പ്രതിസന്ധികളും കൊണ്ടിട്ടു. കർത്താവിന്റെ സമയത്ത് കർത്താവ് അതിനും ഇടയായി തീർന്നു. അപ്പൊ അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ആവശ്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാനിവിടെ ഈ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് 2021 എൻ്റെ അമ്മയുടെ വേർപാട് ഭയങ്കര വിഷമം ഉണ്ടാക്കി. ട്രിപ്പിൾ ലോക്ക്ഡൗൺ നടക്കുന്ന ആ സമയത്തായിരുന്നു. നമുക്ക് കൊറോണ തന്നെ വന്നതല്ലായിരുന്നു. പെട്ടെന്നുള്ള ആ സാഹചര്യങ്ങളെ കണ്ട് അമ്മ വളരെ ടെൻഷൻ അടിച്ചു. ഞങ്ങൾ ഇവിടെ ആയിരുന്നു. ഞങ്ങൾക്ക് 4 പേർക്കും കൊറോണ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ 4 പേരും ഇവിടെ ഇതില് വെളിയിലൊന്നും ഇറങ്ങാതെ ഞങ്ങള് ആയിരിക്കുമ്പോൾ തന്നെ, അത് പക്ഷെ ഞാൻ അമ്മയെ അറിയിച്ചില്ലായിരുന്നു. എന്നാൽ പിന്നത്തേൽ അമ്മ അറിയുവാൻ ഇടയായിത്തീർന്നു. അതമ്മയ്ക്ക് വളരെ പ്രയാസമുണ്ടായി. ഞങ്ങളിവിടെ, അമ്മ അവിടെയാണെന്ന്. അങ്ങനെ അമ്മ മരിക്കുന്നതിൻ്റെ അന്നും അമ്മയുടെ ഓരോ കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവാത്മാവ് എനിക്ക് കാണിച്ചു തരുന്നു. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളായാലും, എൻ്റെ മോനാണെങ്കിൽ പഠിക്കാൻ ഭയങ്കര മടിയനായിരുന്നു. എൻ്റെ മാർക്കുകളൊക്കെ കിട്ടുമ്പോൾ അവൻ കാണിക്കത്തില്ല. എന്നാൽ ദൈവം എനിക്ക് കാണിച്ചു തരുന്നു.
ഞാൻ എന്നിട്ട് അവരോട് ചോദിക്കും, ചെക്കിനെ ഇത്രയല്ലേ നിനക്ക് റിപ്പോർട്ട് കാർഡ് മേടിക്കാൻ പോകുമ്പോഴത്തേക്കും അമ്മ ഇതെങ്ങനെ കണ്ടു? ഞാൻ പറയും, ജെബിനെ നിന്നെ യേശു സ്നേഹിക്കുന്നുണ്ട്. അപ്പം നീ എന്ത് കാണിച്ചാലും കർത്താവ് നമ്മെ കാണിക്കും. അതൊക്കെ ആയിരിക്കും അവന്റെ അകത്ത് ഒരു ദൈവസ്നേഹം ഉണ്ടാകാനിടയായിത്തീർന്നു. അങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് പലപ്പോഴും അതൊക്കെ ചെറുതായിട്ട് തോന്നും. എന്നാൽ ഇതൊക്കെ കർത്താവിനാൽ ഉള്ള വലിയ വലിയ കാര്യങ്ങളാണ്. അങ്ങനെ അമ്മയുടെ മരണത്തിന് ശേഷം അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചായിരുന്നു. ഞാനും അമ്മയും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. ബന്ധം എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമായിരുന്നു. അമ്മയുടെ എന്ത് കാര്യം തുറന്നു പറയുന്നത് അമ്മ എന്നോടായിരുന്നു. അപ്പം അങ്ങനെ വന്ന് അമ്മയുടെ മരണം ഉണ്ടായി. എന്നാൽ പോകുവാനും ദൈവം ഞങ്ങളെ സഹായിച്ചു. ആ സമയത്ത് ബുദ്ധിമുട്ടൊന്നും കൂടാതെ പോയി അമ്മയുടെ എല്ലാ സംസാര ശുശ്രൂഷയിലെല്ലാം സംബന്ധിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വന്നു. അതിനുശേഷം എനിക്ക് നാട്ടിലോട്ടൊക്കെ പോകാൻ ഭയങ്കര ഒരു വേദന ഉണ്ടായി. അമ്മയില്ലാത്ത ഒരു വീട്ടിലേക്ക് എങ്ങനെയാണ് ഞാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെ ഞാൻ വളർത്തിയെടുത്ത് വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു. അതൊക്കെ വളരെ എപ്പോഴും ഒരു പ്രയാസമായിരുന്നു. അമ്മയെ ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. അമ്മയുടെ അനുഗ്രഹം, അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അമ്മയും നല്ല പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ ആ കോട്ടയായിരുന്നു നഷ്ടപ്പെട്ടത്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നമുക്കൊരു കോട്ടയാണ്. എന്തായാലും ദൈവത്തിന്റെ സമയത്ത് അമ്മ കിടന്ന് കഷ്ടപ്പെടാൻ തക്ക സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ അമ്മയെ ചേർത്തു. എൻ്റെ വീട്ടിൽ നിന്ന് ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. എന്നാൽ എൻ്റെ അമ്മ രഹസ്യമായിട്ട് ചെന്ന് സ്നാനപ്പെട്ടു, CSIയിൽ നിന്നുകൊണ്ട് തന്നെ. അപ്പൊ അതൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും ആഭരണം ഊരിയതിൽ അമ്മയ്ക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ അമ്മ പറഞ്ഞു, സ്നാനപ്പെട്ടതിലൊക്കെ നല്ലതേ ഉള്ളൂ, നീ കർത്താവിനെ അറിഞ്ഞ് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ നീ ആഭരണം ഊരുണ്ടായിരുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു, ഇതിലൊന്നും ഒന്നുമില്ല അമ്മ, ഇതൊക്കെ മനുഷ്യനാൽ നിർമ്മിതമായത്, ഇതൊക്കെ ഒന്നുമില്ല. അങ്ങനെ അമ്മയെ ആശ്വസിപ്പിക്കുകയും അമ്മയും പിന്നെ ഇതിൽ നല്ലൊരു വിശ്വാസത്തിൽ വരികയും അങ്ങനെ അമ്മ രഹസ്യമായിട്ട് ചെന്ന് സ്നാനപ്പെടുകയും അങ്ങനെ കർത്താവിൽ എപ്പോഴും പ്രാർത്ഥിക്കുവാനും കർത്താവിന്റെ വചനം വായിക്കാനും എല്ലാം കർത്താവ് സഹായിച്ചു. ഞാൻ വിശ്വസിക്കുന്നു അമ്മയും ആ നിത്യതയിൽ ഞാൻ എൻ്റെ അമ്മയെ കാണുമെന്ന്. അങ്ങനെ എൻ്റെ സഹോദരങ്ങളാരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. എന്നാൽ അച്ചായന്റെ കുടുംബത്തിൽ അവരെല്ലാവരും വിശ്വാസത്തിലാണ്. അവർ 7 മക്കളുണ്ട്. 7 പേരും അവർ വിശ്വാസത്തിലാണ്. ഒരു നല്ലൊരു കുടുംബമാണ് അവര്. ദൈവഭയമുള്ളതും ദൈവസ്നേഹമുള്ളതും ദൈവത്തെ ഭയപ്പെട്ട് കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിലാണ് എൻ്റെ കർത്താവ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ വിചാരിക്കും, ആ കുടുംബത്തിൽ ഞാൻ കടന്നു പോയത് കൊണ്ടായിരിക്കാം അവിടെയുള്ള അപ്പച്ചൻ അമ്മച്ചി ആദ്യം ഒരു വിശ്വാസത്തില്, ഏറ്റവും മൂത്ത അമ്മാമയായിരുന്നു വിശ്വാസത്തിൽ ആദ്യം വന്നത്. ആ അമ്മാമയുടെ പ്രാർത്ഥന മുഖാന്തരം ആ കുടുംബത്തിലുള്ള ഓരോരുത്തരും വിശ്വാസത്തിൽ വരികയും എല്ലാവരും ദൈവം എല്ലാ തലങ്ങളിലും കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്തു. എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിച്ചു, എല്ലാ കൊച്ചുമക്കളെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. അപ്പം അത് ആ ഒരു മാർഗദർശനം അവർ വച്ചിട്ട് പോയത്. അപ്പം എപ്പോഴും അവർ പറയുമായിരുന്നു, അമ്മാമ്മക്ക് പറയുമായിരുന്നു, എന്തുകൊണ്ട് ജോയി മാത്രം ഇങ്ങനെ ആയിപ്പോയി, എന്തുകൊണ്ട് ജോയി വരുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ കർത്താവിനോട് ചോദിക്കും, കർത്താവ് എനിക്ക് എന്തെങ്കിലും കുറവാണോ, എന്റെ കുറവാണോ? ഞാൻ ഇപ്പോഴും കർത്താവിനോട് അതേ പറയൂ. ഒരു നല്ല സ്വഭാവമുള്ള മനുഷ്യൻ. എല്ലാവരും പറയും, അച്ഛൻ ഇടപെടുന്നവരെല്ലാം പറയും, ചർച്ചിലുള്ളവരെക്കാളും നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തി, എല്ലാവരോടും ഇടപെടാൻ നല്ലൊരു വ്യക്തി, നല്ല സ്നേഹമുള്ള വ്യക്തി, പിന്നെ എന്തുകൊണ്ട് ഈ ചർച്ചിൽ വരാൻ മടിക്കുന്നത് എന്നുള്ളതായ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കർത്താവിനോട് ചോദിക്കും, കർത്താവ് എന്താ, എന്റെ കുറവാണോ, എന്റെ ബലഹീനതയാണോ? ഞാൻ അന്നേരം ദൈവത്തോട് അതെല്ലാം പറഞ്ഞു. അത് തക്ക സമയമായപ്പോൾ കർത്താവ് പ്രിയപ്പെട്ടവനെയും കർത്താവ് രക്ഷയിലേക്ക് കൊണ്ടുവരികയും സ്നാനപ്പെടുവാനും ദൈവസഭയോടൊത്ത് ഞങ്ങൾ കുടുംബമായി കർത്താവിനെ ആരാധിക്കുന്നു. യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ സേവിക്കും. ഈ വചനം ഞങ്ങൾ കുടുംബമല്ലാതെ ആരാധിക്കുന്ന സമയത്ത് എന്നും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ സേവിക്കുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും രക്ഷയിലേക്ക് വരുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിലേക്ക് വരുന്നത്. ആ കൊറോണ സമയത്ത് അച്ഛനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു,
ഷേർലി ഇനി പെന്തക്കോസ്ത് ചർച്ചിലൊന്നും പോകണ്ട, നമുക്ക് മാർത്തോമ പള്ളിയിൽ പോകണം. ഞാൻ അവിടെ ചെന്ന് മെമ്പർഷിപ്പ് എല്ലാം പുതുക്കാൻ പോവുകയാണ്. കുഞ്ഞുങ്ങളുടെ ഭാവിയൊക്കെ വരുന്നു. എനിക്ക് പെന്തക്കോസ്ത് ചർച്ചിൽ വെച്ചൊന്നും കുഞ്ഞുങ്ങളുടെ കല്യാണം നടത്താൻ എനിക്ക് ഇഷ്ടമല്ല. മര്യാദയ്ക്ക് വന്നേക്കണം എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ അച്ഛനെയൊക്കെ ചെന്ന് കണ്ടു. അതെന്നെ ഭയങ്കരമായിട്ട് വിഷമം. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? നിന്റെ ഹിതമാണെങ്കിൽ നീ കൊണ്ടുപോയിക്കോ, കുഴപ്പമില്ല. പക്ഷേ അത് അങ്ങയുടെ ഇഷ്ടമായിരിക്കും. ഞാൻ തിരിച്ചു മറുപടി പറയാനും ഒന്നിനും പോയില്ല. അത് കഴിഞ്ഞപ്പോഴായിരുന്നു ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിലേക്ക്, ഈ ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് എനിക്ക് ഇവിടെ കടന്നു വരാൻ കർത്താവ് സഹായിച്ചു. ഞാൻ അതിനെ പറഞ്ഞു, അവിടെ നിന്ന് പോണ്ട എന്ന് പറഞ്ഞെങ്കിലും ഒരു തീരുമാനത്തോടു കൂടെ ഇവിടെ കടന്നു വരുവാനും, ഇവിടെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സഭയുമായിട്ട് എല്ലാവരും ഒരുമിച്ച് അവിടെ കടന്നുപോയി കർത്താവിനെ ആരാധിക്കുവാനും അത് കഴിഞ്ഞ് ദൈവസന്നിധിയിൽ നിർണയമെടുപ്പാനും പ്രിയപ്പെട്ടവനും എല്ലാവരെയും കർത്താവ് രക്ഷയിലേക്ക് കൊണ്ടുവന്നു. കർത്താവ് അങ്ങനെ ഒരു മുഖാന്തരം കർത്താവ് ഒരുക്കി. അപ്പൊ അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നത് ഞാൻ എപ്പോഴും പറയാം, അതിൽ നിന്ന് വിടുവിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ നോക്കണം, നമ്മളെ ചില സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ആ സ്ഥലം അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ നമ്മൾ ആ നിന്നതായ പരിസ്ഥിതികളെക്കാളും എല്ലാം ചിലപ്പോൾ മോശമായിരിക്കാം. മോശം എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തേതായ ഡെവലപ്മെന്റ്, ഇതെല്ലാം ചിലപ്പോൾ നമുക്ക് അനുകൂലമല്ലായിരിക്കാം. എന്നാലും അതിലൂടെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി കാണുവാനും ആ പ്രവൃത്തി രുചിച്ചറിയുവാനും കർത്താവ് സഹായിച്ചു. ഇന്ന് ഞങ്ങൾ ഇവിടെ IT ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൽ തന്നെ വർക്ക് ചെയ്യുന്നു. കർത്താവിന്റെ വേലയുടെ അനുബന്ധിച്ച് ഞങ്ങൾ ആയിരിക്കുന്നു. കർത്താവ് ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്നു. പലപ്പോഴും മരണത്തിന്റെ കെണികൾ മുന്നിൽ കടന്നു വന്നപ്പോഴും ഒരു ദോഷവും വരാതെ വണ്ണം ഞങ്ങളെ കാത്ത കർത്താവ് കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യങ്ങളിലും, അവരുടെ വിദ്യാഭ്യാസമായാലും മോന്റെ വിവാഹ സംബന്ധമായ വിഷയങ്ങളിലായാലും അതുപോലെ തന്നെ മോടെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് അതിന്റെ സമയത്ത് കർത്താവിന്റെ ഹിതം വെളിപ്പെടുത്തി. പല രോഗങ്ങൾ വന്നു, പ്രയാസങ്ങൾ വന്നു, പ്രിയപ്പെട്ടവന് ഇതിനിടയിൽ പലവിധമായ ശാരീരിക ക്ലേശങ്ങൾ വന്നു. എന്നാലും ദൈവം എല്ലാത്തിൽ നിന്നും വിടുവിച്ചു. ഏറ്റവും ഒരു കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നത്, ആരുടെ മുന്നിലും കരനീട്ടുവാൻ കർത്താവ് ഇന്ന് വരെ ഞങ്ങളെ ഇടവരുത്തിയിട്ടുണ്ട്. അപ്പൊ നോക്കണം, കർത്താവിന്റെ വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പം എന്റെ ജീവിതത്തിൽ വരുന്നതായ പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ, കഷ്ടങ്ങൾ, നിന്ദകൾ, ഇതെല്ലാം സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതിനുശേഷം പറയുന്നു, എന്റെ ബലഹീനതയിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പൊ ഞാൻ പലപ്പോഴും ദൈവസന്നിധിയിൽ എടുത്തിട്ടുള്ളതായ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്, എന്റെ ബലഹീനതയിലാണ് എന്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അങ്ങനെ കൂടുതൽ വചനം പഠിക്കുവാനും കൂടുതൽ കർത്താവിനോട് അടുത്തിരിപ്പാനും കർത്താവിന്റെ നാമത്തെ ഉയർത്തണം, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. വചനം വായിക്കും. രാത്രി കാലങ്ങളിലിരുന്ന് ഞാൻ വചനം വായിക്കും. എൻ്റെ ഹസ്ബൻഡ് ഒരു ഡ്രൈവറാണല്ലോ, അപ്പം രാത്രി ചിലപ്പോൾ താമസിച്ചൊക്കെ വരും. പഞ്ചാബിലൊക്കെ ചിലപ്പം പോകേണ്ടി വരും. ആ സമയങ്ങളിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് കമ്പനി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ട് വരുമ്പോൾ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ആയിരിക്കും വരുന്നത്. ഞാൻ ആ സമയങ്ങളിൽ 2-3 മണി വരെ ഇരുന്ന് ബൈബിള് വായിച്ചുകൊണ്ടേയിരിക്കും. ആ സമയങ്ങളിലാണ് കർത്താവ് എന്നോട് സംസാരിക്കുന്നത്. എനിക്ക് ആ സമയങ്ങളിൽ ഉറക്കം വരത്തില്ല. എത്രത്തോളം ബൈബിള് വായിക്കും അത്രത്തോളം അതെന്നെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത്, എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ വചനവും കർത്താവിനോട് അടുത്തിരിക്കുന്നത് ഏറ്റവും നല്ലതെന്ന് കർത്താവിന്റെ വചനം പറയുന്നത് പോലെ, കർത്താവിനോട് അടുത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവിനോട് നാം സംസാരിച്ച് കൂടെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ പ്രയാസങ്ങൾ കൂടാതെ, ബുദ്ധിമുട്ടുകൾ കൂടാതെ, ഞെരുക്കങ്ങൾ വരുന്നാലും ഭാരങ്ങൾ വന്നാലും അതിൻ്റെ മധ്യയെല്ലാം നമ്മെ കർത്താവ് മുന്നോട്ട് നയിക്കും. ഹല്ലേലൂയ. അത് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയാൻ കർത്താവ് സഹായിച്ചു. പലപ്പോഴും ഞാൻ ചിന്തിക്കും, എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ നോക്കുമ്പോൾ
ഞാനായിരിക്കുന്ന സാഹചര്യം നോക്കിയാൽ ഞാൻ എവിടെ ആയിരിക്കേണ്ടതായിരുന്നു, എന്നാൽ അവിടെ നിന്നെല്ലാം എൻ്റെ കർത്താവ് എന്നെ മാന്യമായിട്ട് കൊണ്ടുവന്നു. എന്നെ അനേകം പേരുടെ മുന്നിൽ കർത്താവ് എൻ്റെ തലയെ ഉയർത്തുമാറാക്കിയാൽ ആ കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാത്തിനും കാരണഭൂതൻ എൻ്റെ കർത്താവുമാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മളെ ആരെല്ലാം എന്തെല്ലാം നമുക്ക് തന്നു, അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ ഓരോ നന്മകളും ആ കർത്താവിൻ്റെതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇന്ന് തന്നിരിക്കുന്ന ഒരു ചെറിയ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ, എനിക്ക് തന്നിരിക്കുന്ന ഭർത്താവ്, എനിക്ക് തന്നിരിക്കുന്ന ജോലി, എനിക്ക് തന്നിരിക്കുന്നതായ എല്ലാം കർത്താവിനാൽ കിട്ടിയത്. അല്ലാതെ എൻ്റെ കഴിവോ അല്ലെങ്കിൽ എൻ്റെ ബലമോ ഒന്നുമല്ല. ആ കർത്താവിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഇപ്രകാരം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കും. നാം പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ നാം നോക്കാം. നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരെയാണ് നമ്മൾ പലപ്പോഴും. എന്നാൽ അല്പസമയം നാം ഇരുന്നിട്ട് നമ്മളെക്കാളും താണവരെ നോക്കും. താഴ്ന്നവരെ നാം നോക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നു, ദരിദ്രന്മാരെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. ഹല്ലേലൂയ. അപ്പൊ നോക്കണം, താഴ്മയുള്ളവനോട് കരുണ കാണിക്കുന്ന ഒരു കർത്താവ്. നമ്മുടെ കർത്താവ് എന്തോരം താഴ്മയോടുകൂടെ ഇരുന്നില്ല. നമുക്കും അപ്രകാരമായിരിക്കാം. പ്രയാസങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, ആ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം എന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ആ ബലമുള്ള ഗോപുരത്തിലേക്ക് ഓടിപ്പോകാം. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമ്മുടെ ഏത് പ്രതിസന്ധിയിലും പലർക്കും പല അനുഭവങ്ങളാണ് ഓരോ ദിവസവും നടത്തുന്നത്. ഞാൻ ഈ ഞായറാഴ്ച ദിവസവും ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കേണ്ട വ്യക്തിയല്ലായിരുന്നു. ഈ ഞായറാഴ്ച, ഈ 2 ദിവസം മുൻപ്, ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ, 2 ദിവസം മുൻപ് മരണം എൻ്റെ മുമ്പിൽ നിന്നുണ്ടായിരുന്നു. കുളിക്കുവാനായിട്ട് ഞങ്ങള് ബക്കറ്റിൽ കോയില്, വാട്ടറിന്റെ ചൂടാക്കാനായിട്ടുള്ള കോയിലിട്ടായിരുന്നു. എപ്പോഴും അച്ഛൻ ആ കോയിലെടുത്ത് മാറ്റുന്നത്. ഞാൻ ചർച്ചിൽ പോകാനായിട്ട് പെട്ടെന്ന് കുളിക്കാന്ന് പറഞ്ഞ് കയറി ആ കോയിൽ അതിനകത്ത് കിടന്നു. ഞാൻ വിചാരിച്ചത് ഓഫായിരിക്കുന്നു. ഞാൻ ആ ബക്കറ്റിൽ കൈയിട്ടു. അകത്ത് ബക്കറ്റ് വെള്ളം കൈയിട്ടു. കഴിഞ്ഞിട്ട് എന്നെ കറണ്ടടിക്കുക ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇതെടുത്ത് മേളിൽ വെക്കാന്ന് പറഞ്ഞ് മേളോട്ട് നോക്കുമ്പോഴാ സ്വിച്ച് ഓണാ. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ ദൈവമേ, ഈ കറണ്ട് ആരാ നിർത്തിയത്? സ്വിച്ച് ഓണായിരുന്നത്, കാലിൽ ചെരുപ്പില്ല, ബാത്റൂമിൽ വെള്ളം, എന്നിട്ട് പോലും എന്നെ കറണ്ട് അടിച്ചില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ചർച്ച ചെന്നിരുന്നിട്ടും ഞാൻ ജീവനോടാണ് ഇരിക്കുന്നത്. കർത്താവെ, ഞാൻ ഇന്ന് ആരാധിക്കേണ്ടവളായിരുന്നു. ഞാൻ ചിന്തിച്ചു. അപ്പൊ നോക്കണേ, ഇതുപോലെ ഇങ്ങനെ പല പല അനുഭവങ്ങളാ. മരണം പലപ്പോഴും എന്റെ മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ട്. എന്നാൽ ഈ ഞായറാഴ്ച നടന്ന സംഭവം എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഞാൻ എന്നിട്ട് ഈ വെളിയിൽ ഇറങ്ങിയിട്ട് വന്നിട്ട് ഉച്ചാനോട് പറഞ്ഞിട്ട് പറഞ്ഞു, എന്റെ ദൈവമേ, എനിക്ക് ഇങ്ങനെ കറണ്ട് അടിച്ചില്ല. ഇതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ മുഴുവൻ. ഞാൻ എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ആ കറണ്ടിനെ എന്റെ കർത്താവ് നിർത്തി. ഓണായിരുന്ന സ്വിച്ച്, നിങ്ങൾക്കറിയാലോ കോയിലിൽ കൂടെ എത്രത്തോളം പവറാ വരുന്നതെന്ന്. അതും വെള്ളത്തിലാ കൈയിട്ടത്. ഓർക്കുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇന്ന് ചിരിക്കുന്നെങ്കിൽ അന്ന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ ചിരിക്കുന്നതെന്ന് പറയുന്നത് എന്റെ കർത്താവിന്റെ ആ സ്നേഹമുള്ളത്. കർത്താവ് ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നല്ലോ എന്നാണ്. അതാണ്. അപ്പം ദാവീദ് പറഞ്ഞില്ലേ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചു. ഹല്ലേലൂയ. എനിക്കത് മാത്രമേ ഉള്ളൂ. എന്റെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക, എന്റെ കർത്താവിനെ ഘോഷിക്കുക, എന്റെ കർത്താവിനെ ഉയർത്തുക. കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. അനേകം പേരുടെ മധ്യേ, അനേകം പേരുടെ മുന്നിൽ തല ഉയർത്തുമാറാകുന്ന ആ കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
സമയം ഞാൻ നിങ്ങൾ ആഗ്രഹിക്കത്തക്ക രീതിയിലുള്ളതായ സാക്ഷ്യമൊന്നും ആയിരിക്കത്തില്ലായിരിക്കും. എന്നാൽ നിങ്ങൾക്കൊരു സന്തോഷവും ഒരു സമാധാനവും കിട്ടുന്ന ഒരു ചെറിയ സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് നിങ്ങളെ ബലപ്പെടുത്തും, ധൈര്യപ്പെടുത്തും. ഞാൻ ഇതിൽ നിന്ന് ഒരു കാര്യം ഞാൻ പറയാം, യഹോവയിൽ ആശ്രയം വയ്ക്കും, ധൈര്യപ്പെട്ടിരിക്കുക. സങ്കീർത്തനം 27 ലാസ്റ്റ് വചനം പറയുന്നു, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, യഹോവയെങ്കിൽ തന്നെ പ്രത്യാശ. അപ്പൊ നോക്കണം, മരണത്തിന്റെ കെണികളെ പോലും നമ്മുടെ മുമ്പിൽ നിന്ന് നീക്കുമാറാകുന്ന ദൈവം, ആ യഹോവയുടെ നാമം വാഴ്ത്തപ്പെട്ടത്. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മുടെ ഉദ്ധാരണങ്ങളുടെ ദൈവം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ സാക്ഷ്യം പറയുന്നുവെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞ് ഞാൻ പലരുടെയും സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഞാൻ എന്താണ് സാക്ഷ്യം പറയേണ്ടത്? ഞാൻ എൻ്റെ മോനോട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, മോനെ, അരോമ ടിവിയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം തന്നു, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്താ മക്കളെ പറയുന്നതെന്ന് ഞാൻ അവനോട് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ഇച്ചിരി കുറുമ്പല്ലായിരുന്നു മമ്മി അത് പറഞ്ഞാൽ മതി, ഞാൻ ഭയങ്കര കുസൃതിയായിരുന്നു, മമ്മി ഒത്തിരി എനിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചില്ലേ, അത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെല്ലാം അമ്മമാര് കരയും മക്കളെ, മക്കൾക്ക് വേണ്ടി അമ്മമാര് കരഞ്ഞു പ്രാർത്ഥിക്കും, ഇതിലെ കുസൃതിയൊക്കെ ഉള്ളതാ. ഞാൻ ഇത് തന്നെ ചിന്തിച്ചിരുന്നു. എന്തെന്ന് വെച്ചാൽ ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ തന്നെ ശരീരം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് ഞാൻ പലരും ചിന്തിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ അനുഭവങ്ങൾ കേൾക്കുകയും ഇത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, അതിന് തക്കതായതായ വലിയ വലിയ അനുഭവങ്ങളൊന്നും അങ്ങനെയുള്ളതായ ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ മോൻ എന്നോട് പറഞ്ഞു, മമ്മി പ്രാർത്ഥിച്ചുകൊണ്ട് മമ്മി ദൈവം നടത്തിയില്ലേ, അതങ്ങ് പറഞ്ഞാൽ മതി, മമ്മി പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പം എന്നിട്ടും ഞാൻ പലരുടെയും സാക്ഷ്യങ്ങൾ കേട്ടു. കർത്താവേ, ദൂരം പവർഫുൾ ടെസ്റ്റിമണിയാ ഓരോരുത്തർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതുപോലുള്ളതാണോ? എന്നാലും ഞാനൊന്ന് വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവ് നല്ലവനാ. ഹല്ലേലൂയ. അപ്പം പ്രയാസങ്ങളില്ലെങ്കിലും, പ്രയാസങ്ങളുണ്ടായി, ഞെരുക്കങ്ങളുണ്ടായി, ബുദ്ധിമുട്ട്, നിങ്ങൾ ഓർത്ത് നോക്കിയേ, അപ്പനില്ലാതെ ഒരു വളർന്ന ഒരു കുഞ്ഞാണ്. അപ്പൊ നോക്കണം, ആ അപ്പന്റെ സ്നേഹമായി എന്നിലുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടായിരിക്കും ആ അപ്പന്റെ ഈ ഭൂമിയിൽ അപ്പന്റെ സ്നേഹം കിട്ടാത്തതുകൊണ്ട് നമ്മൾ അത്രയ്ക്കിട്ട് വേദനിപ്പിക്കേണ്ട, ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞ് ആ അപ്പൻ എന്നെ മാറോട് ചേർത്തത്. ഞാൻ എപ്പോഴും പറയും, എന്നോട് പലരും ചോദിക്കുമ്പോഴും ഞാൻ പറയും, എന്നെ അപ്പൻ സൃഷ്ടിച്ച് ഭൂമിയിലോട്ട് അയക്കുമ്പോൾ എന്നെ ഒത്തിരി സ്നേഹിച്ചെന്ന് പറയും. ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് എന്നെ നോക്കിയപ്പം അപ്പന് എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം മിക്കവരും ചോദിക്കും, ഈ ഡിമ്പിൾ എന്താ ഇങ്ങനെ വന്നേന്ന് ചോദിക്കും. അന്നേരം ഞാൻ പറയാം, അത് യേശുപ്പൻ എനിക്കൊരു ഉമ്മൻ തന്നതാ, ആ അതിന്റെ ഇതാ. എന്നിട്ട് പറഞ്ഞു, മോളെ നീ ഇനി ഭൂമിയിലോട്ട് പോയിക്കോന്നു. അപ്പൊ അവരൊക്കെ ചിരി, ഇതാരാ പറഞ്ഞു ഇത്? ഞാൻ സ്വന്തമായിട്ട് ഇമേജ് ചെയ്തു. എന്റെ യേശുപ്പൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, അതുകൊണ്ടാ. അപ്പൊ ഞാൻ ഓരോരുത്തരോട് അതാ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ഓരോന്നും യേശുപ്പന്റെ സ്നേഹം, നമുക്ക് തന്നിരിക്കുന്ന ബലം, നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, നമുക്ക് തന്നിരിക്കുന്ന സൗന്ദര്യം, കളറ്, നമ്മുടെ എന്തായാലും ഞാൻ എപ്പോഴും പറയും, എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എൻ്റെ യേശുപ്പയുടെ രൂപത്തിലും ഭാവത്തിലും. അതല്ലേ നമ്മൾ വചനം പഠിപ്പിക്കുന്നു. അപ്പൊ നമുക്കും അപ്രകാരമായിരിക്കാം. ഇത് അല്പം ഞാൻ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ, സ്നേഹം കിട്ടുന്നില്ല എന്ന് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രയാസങ്ങളാണല്ലോ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷയിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മടുത്തു പോകാതെ പ്രവർത്തിക്കുക. തക്ക സമയത്ത് കർത്താവ് പ്രവർത്തിക്കും. എൻ്റെ ജീവിതത്തിലും പലപ്പോഴും നിരാശ ഉണ്ടായി, ഞാൻ ചില സമയങ്ങൾ പ്രാർത്ഥിക്കുന്നത് വിട്ടുപോയിട്ടുണ്ട്. എന്നാലും കർത്താവ് തക്ക സമയത്ത് അതിന്റെ കാര്യങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി പ്രവർത്തിക്കാൻ ശക്തനായി ദൈവം നമ്മെ ഇവരെ സഹായിക്കും. ഈ നല്ല സമയത്തിനായി നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. ഈ വിലയേറിയ സമയം നൽകിയ കർത്താവിന്റെ ദാസനും അരോമ ടിവിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അല്പസമയം നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായിരിക്കും. കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇരുന്ന് കേൾക്കണം, അതാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ അങ്ങനെ ചിരിച്ച് പറഞ്ഞു, അതുപോലെ നിങ്ങളും അത് സന്തോഷത്തോടെ തന്നെ കേൾക്കണം. നാം പലരുടെയും സാക്ഷ്യങ്ങൾ കേട്ട് കരയാറില്ല, ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. എന്തെന്ന് വെച്ചാൽ കർത്താവിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ.
കർത്താവിന്റെ സ്നേഹം, ഞാൻ ആ സ്നേഹം മാത്രമാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. അപ്പം ആ സ്നേഹത്തിന്റെ കൊടിക്കീഴിൽ നമുക്ക് ഓരോരുത്തർക്കും സമർപ്പിക്കാം. കർത്താവ് നമ്മെ ഏവരെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കർത്താവിന്റെ കൃപയിൽ നമുക്ക് ശരണപ്പെടാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുക, മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബം കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് കൂടുതൽ പ്രയോജനപ്പെടുവാനും ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം, കർത്താവിന് വേണ്ടി പലതും ചെയ്യണം. അതൊക്കെ ദൈവത്തിന്റെ സമയത്തിനനുസരിച്ച് കർത്താവ് അതിനുള്ള വഴികളെ തുറന്നു തരുവാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വിശ്വാസം കുറഞ്ഞു പോകാതെ അനേകം പേരുടെ മുന്നിൽ നിന്നിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിൽപ്പാൻ എന്നെയും നിങ്ങളെയും എല്ലാം കർത്താവ് പ്രാപ്തരാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, സ്വർഗീയ പിതാവേ, നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. അപ്പ നല്ല സമയത്തിനായി നന്ദി കർത്താവേ. അപ്പ അങ്ങയുടെ സന്നിധിയിൽ അടിയൻ പങ്കുവെച്ചതായ ഈ കർത്താവിന്റെ സ്നേഹത്തിന്റെ സാക്ഷ്യത്തെ അനേകം പേരുടെ ജീവിതത്തിൽ കർത്താവ് ആ ദൈവസ്നേഹം പകരുന്നതാക്കി തീർക്കണം. ഞങ്ങളുടെ കഷ്ടതകൾ ഞങ്ങളെ ഓർത്ത കർത്താവ്, ഞങ്ങളുടെ ഞെരുക്കങ്ങളിൽ ഞങ്ങളെ ഓർത്ത കർത്താവ്, ഞങ്ങളുടെ നിന്ദകളിൽ ഞങ്ങളെ ഓർത്ത കർത്താവ്, ആ ബലമുള്ള കരം ഞങ്ങളുടെ ബലഹീനതയിൽ താങ്ങുന്നതാകിയ കർത്താവ്, കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ബലഹീനതയിൽ കർത്താവ് ആ കരം താങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അവിടെ നിന്ന് സഹായിക്കണേ. കർത്താവെ, ഇതിന്റെ നടത്തുപോരായ അങ്ങയുടെ ദാസനെ കർത്താവെ, ആ ദാസന്റെ കുടുംബത്തെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. അനേകം പേർക്ക് കർത്താവെ ഈ കർത്താവ് പ്ലാറ്റ്ഫോം ഒരു അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് കേൾക്കുന്ന വ്യക്തികൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം. കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിന്റെ ആമേൻ. 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 താങ്ക് യു കർത്താവിന്റെ ദാസി സിസ്റ്റർ ലിജ ജോയ്. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് വളരെ സന്തോഷത്തോടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെ, കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ ഭൂമിയിൽ ജീവിതം തന്ന നമ്മുടെ ബയോളജിക്കലി നമ്മുടെ മാതാവോ പിതാവോ ഒരു പക്ഷെങ്കിൽ എല്ലായ്പ്പോഴും എന്നും നമ്മോടൊപ്പം ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ എന്നും നമ്മോട് കൂടെ ഇരിക്കുന്ന, എല്ലായ്പ്പോഴും നമ്മുടെ മരണത്തിനപ്പുറവും നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു പിതാവുണ്ട്, ഒരു ദൈവമുണ്ട്, ഒരു കർത്താവുണ്ട്. ഒരു പക്ഷെങ്കിൽ മാനുഷികമായി നോക്കിയാൽ നമുക്ക് വളരെ വേദന ഉളവാക്കുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് എല്ലാ മക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ മാതാപിതാക്കന്മാർ എല്ലായ്പ്പോഴും അവരെ സ്നേഹിക്കുകയും ലാളിക്കുകയും അവരുടെ സംരക്ഷണയിലായിരിക്കുകയും ചെയ്യുവാൻ എല്ലാ മക്കളും ആഗ്രഹിക്കുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ചില വേർപാട് നമ്മെ വളരെ വേദനയിൽ വിരഹ ദുഃഖത്തിലേക്ക് നമ്മളെ നയിക്കുവാനിടയായിത്തീരും. അത് വളരെ കണ്ണുനീരിന്റെ അനുഭവങ്ങളാണ്. പ്രിയ ലിജ സിസ്റ്റർ തൻ്റെ പിതാവിനെ കണ്ടിട്ട് പോലുമില്ല എന്നുള്ള ആ ഒരവസ്ഥയിൽ തൻ്റെ ജീവിതത്തിൽ, അതായത് ആ വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണം വഴിയായി മാറ്റപ്പെട്ടു. പിന്നീട് ഉണ്ടായിട്ടുള്ള ജീവിതത്തിലെ ഒരുപാട് സാഹചര്യങ്ങളിൽ തിക്ത അനുഭവങ്ങൾ, പ്രയാസങ്ങൾ, സ്നേഹം ലഭിക്കാതെ പോയ അനുഭവങ്ങൾ, ഹോസ്റ്റലിൽ വളർന്നതായ സാഹചര്യങ്ങൾ ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ പിന്നീട് കുടുംബജീവിതവും അനന്തരമായിട്ടുള്ള ആത്മീയ ജീവിതവും ഡൽഹിയിലെ ജീവിതവും ഒക്കെ ജീവിതത്തിൽ ധൈര്യം പകരുകയും ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും പിന്നത്തേതിലെ കർത്താവിൻ്റെ സ്നേഹം വചനപ്രകാരം അത് ലഭിക്കുവാനും ഒക്കെ ഇടയായി തീർന്ന ദൈവം നടത്തിയ അസാധാരണമായ അനുഭവങ്ങളെക്കുറിച്ച് പങ്കുവച്ചു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തൻ്റെ അമ്മ മറന്നാലും അപ്പം മറന്നാലും സഹോദരങ്ങൾ മറന്നാലും ആര് കൈവിട്ടാലും കൈവിടാത്ത, മറക്കാത്ത, മാറാത്ത ഒരു ദൈവം നമുക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഒരു പ്രതീക്ഷയും പ്രത്യാശയും
എല്ലായ്പ്പോഴും നമ്മളിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും സമയം വേർതിരിച്ച് അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി, സ്നേഹം, കടപ്പാടും അറിയിക്കുന്നു. ശുശ്രൂഷയിലും കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുന്നതിനും പിന്നെയും കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനോട് നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.